ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്ന ഗ്രീൻ പീസ് തോരൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ 1/4 കിലോ ഗ്രീൻ പീസ് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞു പോകാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് മാറ്റി വെച്ച് നമുക്കൊരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയിലേക്കുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. നമുക്ക് ഈ സോസിന് പകരം തക്കാളി ആയാലും ചേർത്താൽ മതി. ഇനി ചേർക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയിട്ട് അതൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് കുറഞ്ഞ തീയിൽ മൂടി വെച്ചിട്ട് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് എല്ലാം കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.